നമസ്കാരം. 2024 ജൂൺ 14 G7 ഉച്ചകോടിയിൽ ഒത്തുകൂടിയ ലോക നേതാക്കളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ ലോകത്തിന്റെ വിജയം. എന്നാൽ അതേ ദിവസം രാജ്യത്തെ ആദ്യ ബുക്കർ പ്രൈസ് ജേതാവും മലയാളിയുമായ അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്തപ്പെട്ടു. 2010 ഒക്ടോബർ 21 ആസാദി ദ ഓൺലി വേ എന്ന ബാനറിൽ കശ്മീർ രാഷ്ട്രീയ തടവുകാരുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന പരിപാടിയിൽ അരുന്ധതി നടത്തിയ പ്രസംഗമാണ് UAPA കേസിന് ആധാരം. സദസ്സിന് നേരെ ആക്രമണങ്ങളുണ്ടായ സമ്മേളനത്തിൽ അരുന്ധതി പ്രസംഗം ആരംഭിച്ചതിങ്ങനെ: എന്റെ നേർക്ക് ചെരുപ്പെറിയേണ്ടവർക്ക് ഇപ്പോഴത് ചെയ്യാം. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. റാഞ്ചിയിൽ മുമ്പ് നടന്ന ഒരു ചടങ്ങിനിടെ ഒരു മാധ്യമപ്രവർത്തകൻ ആ ചോദ്യം ഉന്നയിച്ചു: കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണോ? ആ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് അരുന്ധതി റോയ് ഡൽഹിയിൽ ഉദ്ധരിച്ചത്. അന്ന് ആഭ്യന്തര കലാപത്തിന്റെ വക്കിലായിരുന്നു കശ്മീർ. 17-കാരനായ ഒരു മുസ്ലിം ബാലന്റെ മരണത്തെ തുടർന്ന് പ്രക്ഷുബ്ധമായിരുന്ന അന്തരീക്ഷം. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രദേശവാസികളുടെ മരണവാർത്ത തുടർക്കഥയായി. കലങ്ങി മറിഞ്ഞ ആ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അപലപിച്ചായിരുന്നു അരുന്ധതിയുടെ പ്രതികരണങ്ങൾ. അവർ പറഞ്ഞു, നഖം പറിച്ചെടുത്തല്ല ഇന്ത്യക്കാരെന്ന് പറയിക്കേണ്ടത്. കവിയും മുൻ നക്സലുമായ വരവര റാവു അടക്കം സംസാരിച്ച യോഗത്തെക്കുറിച്ച് പക്ഷേ പരാതി ഉയർന്നു. കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും പറിച്ചു മാറ്റുന്നതിനുള്ള ഗൂഢാലോചന നടന്നു എന്നായിരുന്നു ആരോപണം. പ്രസംഗങ്ങൾ വിവാദമായി. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസിന് അരുന്ധതി റോയുടെ പ്രസ്താവന തലവേദനയായി. പ്രസ്താവന പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ടായി. പ്രതിപക്ഷമായിരുന്ന BJP അറസ്റ്റിന് സമ്മർദ്ദം ചെലുത്തി. 140ഓളം മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി അരുന്ധതിയുടെ ഡൽഹിയിലെ വീടിന് മുന്നിലേക്ക് ഇരച്ചെത്തി. പ്രസ്താവന പിൻവലിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ വിടുക. പ്രതിഷേധങ്ങൾ മുഴങ്ങി. അന്ന് ചടങ്ങിനുണ്ടായ സയ്യിദ് അലി ഷാ ഗിലാനിയും SAR ഗിലാനിയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 14 വർഷത്തിനിപ്പുറം ആ കേസിന്റെ പേരിലാണ് പുതിയ BJP സർക്കാരിന്റെ UAPA ഭീഷണി. കശ്മീർ മുൻ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനെതിരെയും UAPA ചുമത്തിയിട്ടുണ്ട്. പക്ഷേ കലാപാഹ്വാനമോ അക്രമ പ്രേരണയോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാവൂ എന്ന 1962 കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിലെ ഉത്തരവ് കാറ്റിൽ പറത്തി ഇരുവർക്കുമെതിരെ UAPA ചുമത്തിയത് എന്തിന് എന്ന വിമർശനം രാജ്യത്തെ എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും ഉയർത്തുന്നു. 2010 രജിസ്റ്റർ ചെയ്ത കേസിലെ 153A, B, 504, 505 വകുപ്പുകൾ പ്രകാരം അരുന്ധതിക്കെതിരെ കേസെടുക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കഴിഞ്ഞ ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. പക്ഷേ ശിക്ഷാ കാലാവധി 3 വർഷത്തിൽ താഴെയായതിനാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 3 വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണം എന്നാണ് വ്യവസ്ഥ. 14 വർഷം പിന്നിട്ട കേസിൽ ഈ 3 വകുപ്പുകളിലും ഇനി വിചാരണ സാധ്യമല്ലെന്ന് ചുരുക്കം. പക്ഷേ സമയപരിധി ബാധകമല്ലാത്ത IPC 124A പ്രകാരമുള്ള രാജ്യദ്രോഹ കുറ്റവും UAPAയുമാണ് FIR ചേർത്ത മറ്റു വകുപ്പുകൾ. കൊളോണിയൽ നിയമമാണെന്ന് ചൂണ്ടിക്കാട്ടി 2022 സുപ്രീം കോടതി സ്റ്റേ ചെയ്ത വകുപ്പാണ് 124A. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതോ പിന്തുണയ്ക്കുന്നതോ ആയ പ്രസംഗമോ പ്രസ്താവനയോ നടത്തുക, പ്രസിദ്ധീകരിക്കുക. അതാണ് UAPAയുടെ 13ാം വകുപ്പ്. ശിക്ഷ പരമാവധി 7 വർഷം. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ, കാർട്ടൂണിസ്റ്റുകൾ, ഗവേഷകർ, തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എന്നിവർക്കെതിരെ ഈ വകുപ്പ് വാളായി മാറിയത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലാണ്. ഭീകരപ്രവർത്തനങ്ങളെ നേരിടാൻ അവതരിപ്പിച്ച നിയമനിർമ്മാണം വ്യവസ്ഥയെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള പൊളിറ്റിക്കൽ ടൂളായി മാറുന്നത് എങ്ങനെയാണ് എന്നതാണ് പ്രധാന പ്രശ്നം. 1967 നിലവിൽ വന്ന UAPAയുടെ 2019 ഭേദഗതിയിൽ പക്ഷേ അതിനുള്ള ഉത്തരമുണ്ട്. ഈ ഭേദഗതി പ്രകാരം തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ലെങ്കിലും വ്യക്തികളെ തീവ്രവാദികളായി പ്രഖ്യാപിക്കാം.
തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്യാം, ജാമ്യം നിഷേധിക്കാം, അനിശ്ചിതകാലം വേണമെങ്കിലും തടവിലും വയ്ക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്ക് പ്രകാരം 2014 മുതൽ 2020 വരെ രജിസ്റ്റർ ചെയ്ത UAPA കേസുകളുടെ എണ്ണം 6900 രാജ്യസഭയിൽ കേന്ദ്രം രേഖാമൂലം പറഞ്ഞ മറുപടി 2020 മാത്രം 1321 പേർ UAPA പ്രകാരം തടങ്കലിലായി എന്നും 80 പേർ ശിക്ഷിക്കപ്പെട്ടു എന്നും. 2019 1948 അറസ്റ്റ്, ശിക്ഷിക്കപ്പെട്ടവർ 34. 2018 1421 അറസ്റ്റ്, ശിക്ഷിക്കപ്പെട്ടവർ 35. UAPA ചുമത്തുന്നവരിൽ ഭൂരിഭാഗവും വർഷങ്ങൾ നീളുന്ന ജയിൽവാസം കഴിഞ്ഞ് തെളിവില്ലാതെ കുറ്റവിമുക്തരാക്കപ്പെടുന്നു എന്ന് സർക്കാർ തന്നെ പറയുന്നു എന്നർത്ഥം. ഡോക്ടർ ബിനായക് സെന്നിന്റെ അറസ്റ്റ് മുതൽ ഭീമ കൊറേഗാവ് കേസിലെ ആനന്ദ് തെൽതുംഡെ അടക്കമുള്ള ചിന്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അറസ്റ്റുകൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. 2010 2020 ഇടയിൽ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 154 മാധ്യമപ്രവർത്തകർ. 2020 മാത്രം 67 പേർ. ഇതിൽ 40% കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 2020. ഇക്കാലയളവിൽ UAPA ചുമത്തപ്പെട്ടത് 16 മാധ്യമപ്രവർത്തകർക്കെതിരെ. ഭീകരവാദ ഫണ്ടിംഗ് സ്വീകരിക്കൽ, രാജ്യവിരുദ്ധ ഗൂഢാലോചന നടത്തൽ എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161 റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ കണക്കോർക്കുക. രാജ്യത്തെ UAPA കേസുകളിൽ ഏറ്റവും വിവാദമായ ഭീമ കൊറേഗാവ് കേസിൽ 2018 മുതൽ കുറ്റം ചുമത്തി വിചാരണയില്ലാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടത് കലാകാരന്മാർ, പത്രപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, അഭിഭാഷകർ, അധ്യാപകർ എന്നിങ്ങനെ 16 പേർ. വിചാരണ തടവിൽ വെച്ച് 2021 മനുഷ്യാവകാശ പ്രവർത്തകൻ സ്റ്റാൻ സ്വാമി മരിച്ചു. UAPA കേസുകളിൽ പലതിലും ആരോപണ വിധേയരായ സാമൂഹ്യ പ്രവർത്തകരുടെ ലാപ്ടോപ്പുകൾ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും തെളിവ് പ്ലാന്റ് ചെയ്യപ്പെട്ടുവെന്നും US ആസ്ഥാനമായുള്ള സൈബർ ഫോറൻസിക് സംഘടന ആഴ്സണൽ കൺസൾട്ടിംഗ് പുറത്തുവിട്ടത് 2021 പ്രമുഖ മാധ്യമ സ്ഥാപനം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ തെളിവ് സഹിതമുള്ള എക്സ്ക്ലൂസീവ് വാർത്തയിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ. പോലീസ് ലാപ്ടോപ്പുകളിൽ നിന്ന് കണ്ടെത്തിയതായി പറയുന്ന 10ഓളം രേഖകൾ പ്ലാന്റ് ചെയ്യപ്പെട്ടതാണെന്ന് സൈബർ ഫോറൻസിക് സംഘം വെളിപ്പെടുത്തി. പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട നിരോധിത മാവോയിസ്റ്റ് സംഘടനയ്ക്ക് അയച്ചതായി റോണോ വിൽസന്റെ പേരിൽ കണ്ടെത്തിയ ഇമെയിലും പ്ലാന്റ് ചെയ്തതാണെന്ന് ഇവർ പറയുന്നു. സ്റ്റാൻ സ്വാമി അടക്കം 14 ആക്ടിവിസ്റ്റുകളുടെ സ്വകാര്യ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് ഈ മാൽവെയർ എത്തിയിട്ടുണ്ടെന്നും ആഴ്സണൽ വെളിപ്പെടുത്തി. പക്ഷേ 2019 പെഗാസസ് വിവാദത്തിലെടുത്ത അതേ നിലപാട് സർക്കാർ ആവർത്തിച്ചു. ഇതിൽ പ്രതികരിക്കാനൊന്നുമില്ല, അതിന് തയ്യാറുമല്ല. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർക്ക് നേരെയുള്ള സെലക്റ്റീവ് പ്രോസിക്യൂഷൻ എന്ന വിമർശനമാണ് രാജ്യത്തെ ജനാധിപത്യ പുരോഗമന സമൂഹം ഉന്നയിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യവും വിയോജിക്കാനുള്ള അവകാശവും ഹനിക്കാനുള്ള നീക്കം. ദ ഹിന്ദു പത്രത്തിലെ വാക്കുകൾ കടമെടുത്താൽ വിമർശകരെ അടിച്ചമർത്തുക എന്ന ഭരണകൂടതന്ത്രത്തിന്റെ തുടർച്ചയല്ലാതെ മറ്റൊന്നുമല്ല ഇത്. പക്ഷേ UAPA ചുമത്തിയതുകൊണ്ട് മാത്രം എതിർ ശബ്ദങ്ങളെ, വിയോജിപ്പുകളെ അടിച്ചമർത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ചിന്തകനും പ്രഭാഷകനുമായിരുന്ന MN വിജയൻ പറഞ്ഞതുപോലെ, ടീച്ചർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനേ കഴിയൂ, പക്ഷേ ആ ചോദ്യം അവിടെ തന്നെ നിലനിൽക്കും. ഏതായാലും തനിച്ച് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും ഈ സമീപനം തുടരാനാണ് പുതിയ സർക്കാരും ഒരുങ്ങുന്നതെങ്കിൽ ജനാധിപത്യം ആശങ്കപ്പെടണം എന്ന് തന്നെ പറയേണ്ടി വരും. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.